പല ആവശ്യങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരുന്ന ആളുകളുണ്ടാവും, രാത്രി സമയത്ത് വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ബീച്ചിൽ കുറച്ച് നേരം പോയിരിക്കേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ 12 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടി വരിക. ആ സമയത്ത് നിങ്ങൾ പറയണം 10 മണിക്ക് ഇവിടുത്തെ കടകളൊക്കെ അടച്ച് കളയണം എന്ന് പറയുന്നത് എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ എഴുതുന്നത് എന്നുള്ളതാണ്. ഈ ഒരു നൈറ്റ് ലൈഫ് കൊണ്ടും ഇത്തരം പുതിയ പുതിയ റെസ്റ്റോറന്റുകൾ കൊണ്ടും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. തെറ്റ് ചെയ്യേണ്ടവർ രാത്രിയായാലും പകലായാലും വീടായാലും ബീച്ചായാലും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫഹീം പറഞ്ഞ പോലെ അതിനെ തടയാൻ പോലീസ് സംവിധാനങ്ങളുണ്ട്, അതിന് ഉന്നത തലത്തിൽ അധികാരികളുണ്ട്. അവർ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പറയുമ്പോൾ തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. നല്ല മനുഷ്യന്മാർ മോശം മനുഷ്യന്മാരുണ്ടാവും. ചിലപ്പോൾ ട്രാൻസ്ജെൻഡറിലുള്ള ആളുകൾ മോശമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ട്രാൻസ്ജെൻഡറുകളെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കമന്റ് ആയിട്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, അതാണായാലും പെണ്ണായാലും LGBT കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഏതുതരം ജെൻഡറിലുള്ള ആളുകളായാലും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ഈ നാട് ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. ഈ നാട് ആരുടേതാണ്? ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ സംസ്കാരമൊക്കെ ആസ്വദിക്കാൻ ഈ നാട്ടുകാർക്ക് മാത്രമാണോ അവകാശമുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സംഘപരിവാറും ഇവിടെയുള്ള നിങ്ങളും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. കോഴിക്കോടുള്ള ഒരു പ്രതിപക്ഷ കൗൺസിലർ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് രാത്രികാലങ്ങളിൽ കോഴിക്കോട് നഗരം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് രാത്രികാലങ്ങളിലെ ഒരു നൈറ്റ് ലൈഫ് കോഴിക്കോടുള്ളത് ഒരു കുത്തഴിഞ്ഞ തരത്തിലേക്ക് പോകുന്നു എന്നാണ്. ഈ ഒരു പ്രസ്താവനയോട് ഫഹീമിന് എത്രത്തോളം യോജിക്കാൻ സാധിക്കുന്നുണ്ട്? കോഴിക്കോട് നഗരത്തിന്റെ ചരിത്രത്തെ പറ്റി കൃത്യമായി അറിവില്ലാത്തതോ അല്ലെങ്കിൽ കൂടുതലായി ചിന്തിക്കാത്തതോ തരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അത് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് കോഴിക്കോട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ നാടകങ്ങളും പാട്ടുകളും ഗസലുകളൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഞങ്ങൾ രാവിലെയല്ല രാത്രിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ രാവിലെ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രാത്രി കാലഘട്ടത്തിലാണ് അവർ കുറച്ചെങ്കിലും എൻ്റർടൈൻമെൻറ്റിലേക്കായിട്ട് ബീച്ചിലേക്കും മറ്റുമൊക്കെ ആയിട്ട് വരുന്നത്. ചില ആളുകൾക്ക് 8 മണിക്കാവും ജോലി കഴിയുന്നത്, ചില ആളുകൾക്ക് 7 മണിക്കാവും ജോലി ചെയ്യുന്നത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് 7 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് യാത്ര ചെയ്ത് 4-3 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തി അവരുടെ ഒരു മനസ്സ് കുളിർമ വരാനായിട്ട് അവർ ചിലപ്പോൾ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് കാണുമ്പോൾ പ്രശ്നമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ വീട്ടിനകത്ത് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലേക്ക് വരാതെ അവർക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും കഫേകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂമൊക്കെ എടുത്ത് താമസിക്കാം എന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള കലാപ്രകടനങ്ങളൊക്കെ കോഴിക്കോട് ഉണ്ടായപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അസഹിഷ്ണുത ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു പോസ്റ്റിനോട് തോന്നുന്ന ഒരു കാര്യം. ഫഹീം പറഞ്ഞ പോലെ പണ്ടുകാലം തൊട്ടേ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു ജില്ല എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ്. ആ ഒരു നാടിന്റെ പ്രത്യേകതയാണ് അത്. ഫഹീം പറഞ്ഞ പോലെ പല ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾ രാത്രിയിലും പകലും നോക്കാതെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്താണോ അതിനു വേണ്ടിയാണ് ഇവിടെ എത്തുന്നത്. അവരുടെ രാത്രികാലങ്ങളിൽ ഈ ജില്ലയിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കഫ്റ്റേരിയ ആണെങ്കിലും നൈറ്റ് ലൈഫ് ആണെങ്കിലും ഒരുക്കേണ്ടത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്, അവരുടെ ഒരു പ്രത്യേകതയാണ്. അതൊരു പോസിറ്റീവായിട്ടാണ് സ്വീകരിക്കേണ്ടത്. ഫഹീം പറഞ്ഞ പോലെ അത് വ്യക്തിപരമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പൊതുവായ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ വേണ്ടവർ പങ്കെടുക്കുക, വേണ്ടാത്തവർ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ ഒരു കോഴിക്കോട് നഗരം മരിക്കുന്നു എന്ന തരത്തിലേക്ക് നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സാധനം കോഴിക്കോട് മാത്രം അല്ലെങ്കിൽ കോഴിക്കോട് പൊട്ടിപ്പറിവിച്ച കാര്യമൊന്നുമല്ല. പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും ഈ നൈറ്റ് ലൈഫുകളുണ്ട്. അവിടുത്തെ ആളുകൾ പാട്ട് പാടുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ചിലപ്പം ഇരുന്ന് നാടകം കളിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. ആ നഗരത്തിൻ്റെ വളർച്ചയ്ക്കും അത് കാരണമാവും. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നു, അവർ നമ്മുടെ കൾച്ചറുകൾ പഠിക്കുന്നു, നമ്മുടെ പാട്ടുകളെ പറ്റി പഠിക്കുന്നു, അവർ ഇവിടുത്തെ നമ്മുടെ ഭക്ഷണത്തെ പറ്റി പഠിക്കുന്നു. ആ രൂപത്തിൽ ഇപ്പോൾ കോഴിക്കോട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. കോഴിക്കോടിന് അങ്ങനെ ഒരു പദവി വരാൻ തന്നെ കാരണം പല രാജ്യങ്ങളിൽ
നിൽക്കുന്ന ആളുകൾ നമ്മുടെ സ്ഥലത്തേക്ക് വരികയും അവരെ നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ കൾച്ചർ അവർക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ ആളുകൾ വന്നത് കൊണ്ടാണ് നമ്മുടെ ജില്ല ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ തേടി വരാനുള്ള കാരണം. ആ രൂപത്തിൽ ഒരു ഗ്ലോബൽ സിറ്റിയായി മാറാനുള്ള ഒരു ജില്ലയായി മാറാനുള്ള ഒരു സാധ്യതകൾ ഈ നാടിനുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ നാടിനെ നയിക്കുന്ന ഒരു കൗൺസിലറാണ് ഈ രൂപത്തിലുള്ള ഒരു തെറ്റായ ഒരു കാര്യം പറയുന്നത്. അത് ഈ നാടിനെ വലിയ രൂപത്തിൽ പിറകോട്ട് വലിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കമന്റിലേക്ക് പോകാം. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇതിൽ വരുന്ന കമന്റ്സുകൾക്ക് ഒരു പ്രത്യേകതരം സ്വഭാവമുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നവരെല്ലാവരും തന്നെ ലഹരി ഉപയോഗിക്കുന്നവരാണ്. കോഴിക്കോട് ബീച്ചിൽ വരുന്നവരെല്ലാവരും തന്നെ ലഹരിക്ക് വേണ്ടിയാണ് വരുന്നതെന്നൊരു സംഭവമാണ് ഈ കമന്റ്സിൽ പറയുന്നത്. നമുക്കതിലൊരു കമന്റ്സ് വായിച്ചാൽ, തൂഫാനുമായി കുറഞ്ഞ ദിവസങ്ങൾ ഇറങ്ങിയത് കൊണ്ടായില്ല, ബീച്ചിലെ നൈറ്റ് ലൈഫ് അവസാനിപ്പിക്കണം, കോഴിക്കോട് സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഇത് നിർത്തിയേ പറ്റൂ. ശരിക്കും അങ്ങനെ നിർത്തേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഒരിക്കലും ഈ രാത്രി ഇറങ്ങുന്ന ആൾക്കാരൊന്നും ഈ കഞ്ചാവ് ഉപയോഗിക്കാനോ ലഹരി ഉപയോഗിക്കാനോ അല്ല ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. ഇത് എല്ലാ കാലത്തും ഏതെങ്കിലും സംവിധാനത്തെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉന്നയിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് ചില ആളുകളെ തകർക്കാൻ വേണ്ടിയിട്ട് അവര് ലഹരി മാഫിയന്റെ ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ഭാഗത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ രൂപത്തിലൊക്കെ എല്ലാ കാലത്തും ഒരു കാര്യത്തെ നിർത്തലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആരാണ് ഇത് നിർത്തലാക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഇവിടുത്തെ പോലീസാണ്, ഇവിടുത്തെ സ്റ്റേറ്റ് ആണ്. അത് ഏത് രൂപത്തിലാണ്, ഇത് എങ്ങനെ കണ്ടെത്തണം, ഇവരെ ഏത് രൂപത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, അത് കണ്ടെത്തേണ്ട സ്റ്റേറ്റിന്റെ കടമയാണ്. അല്ലാതെ ഇവിടെ രാത്രി ഇറങ്ങുന്ന ആളുകൾ മൊത്തം ഈ രൂപത്തിൽ മോശം പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു വഷളമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ രാത്രിയിൽ ഇറങ്ങുന്ന എല്ലാവരും തന്നെ ഈ കഞ്ചാവിനും ലഹരിക്കും വേണ്ടി തെറ്റ് ചെയ്യാൻ മാത്രമാണ് രാത്രിയിൽ ഇറങ്ങുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റാണ്. കാരണം തെറ്റ് ചെയ്യേണ്ടവർ രാത്രിയായാലും പകലായാലും വീടായാലും ബീച്ചായാലും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫഹീം പറഞ്ഞ പോലെ അതിനെ തടയാൻ പോലീസ് സംവിധാനങ്ങളുണ്ട്, അതിന് ഉന്നത തലത്തിൽ അധികാരികളുണ്ട്. അവർ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പറയുമ്പോൾ തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒരു കമന്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നത്, കോഴിക്കോട് ജില്ലയിലുള്ളവരല്ല മറ്റു ജില്ലകളിൽ നിന്നും പല ആവശ്യങ്ങൾക്കായി എത്തുന്നവരാണ് ഈ നൈറ്റ് ലൈഫിന്റെ പേരിൽ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നാണ്. ശരിക്കും കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നവരൊക്കെ അത്തരം ഒരു കാര്യം ചെയ്യാനാണോ എത്തുന്നത്? ഫഹീമിന് എന്താണ് തോന്നുന്നത്? ആരുടേതാണ് ഈ നാട് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ഈ ഒരു കാര്യം കേട്ടിട്ട് ഈ നാട്ടിലുള്ളവരല്ല നിങ്ങൾ പുറത്തു പോകണം, നിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ സംഘപരിവാറാണ്. മറ്റു സംസ്ഥാനങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെയുള്ള ആളുകളല്ല, നിങ്ങൾ പുറത്തു പോകേണ്ട ആളുകളാണ്, നിങ്ങളാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഘപരിവാർ ആ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളോട് പറയുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളും എനിക്ക് തോന്നുന്നത്. ഈ നാട് ആരുടേതാണ്? ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ സംസ്കാരമൊക്കെ ആസ്വദിക്കാൻ ഈ നാട്ടുകാർക്ക് മാത്രമാണോ അവകാശമുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സംഘപരിവാറും ഇവിടെയുള്ള നിങ്ങളും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ഈ നാട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാനുള്ളതാണ്. ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ ഭക്ഷണങ്ങളും ഇവിടുത്തെ സംസ്കാരവും അത് ഏത് സമയത്തും ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരുപോലെ ആസ്വദിക്കാനും. ഇപ്പം എനിക്കൊരു കഴിവുണ്ട്, എനിക്കൊരു പാടാനൊരു കഴിവുണ്ടെങ്കിൽ, എനിക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഏത് സമയത്തും, നിങ്ങൾ പറയുന്ന സമയത്തല്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ള, ഞങ്ങൾക്ക് സ്വതന്ത്രമുള്ള ആ സമയത്ത് ഞങ്ങൾ പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് സംഘപരിവാറിനെ പോലെയുള്ള തീവ്രമായ ചിന്തകളിൽ നിന്നാണ് വരുന്നത് എന്നാണ് എനിക്ക് അത് പേഴ്സണലി തോന്നുന്നത്. മാത്രമല്ല, ശരിക്കും കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സത്യത്തിൽ ഈ ഒരു വിഷയം വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണ്? ഈ പറയുന്ന കോഴിക്കോട്ടെ ജനങ്ങളിലേക്ക് തന്നെയാണ്. മറ്റുള്ള നാട്ടിലെ ആളുകൾ ഈ സാഹിത്യവും കലയും ഒക്കെ ആസ്വദിക്കാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും സ്നേഹവും സൽക്കാരവും ഒക്കെ കൊടുക്കുന്ന ഒരു നാടാണ് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ ഇവർ തന്നെ ഇങ്ങനെ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ?
ആരാണ് പുറത്തെ ആളുകൾ ആരാണ് അകത്തെ ആളുകൾ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിലും മറ്റു ജില്ലകളിൽ നിന്ന് വന്നിട്ട് ഈ നാടിനെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് MT വാസുദേവൻ നായർ, അതിൽപ്പെട്ട ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന് നമ്മുടെ കഥ എഴുതി അത് നമ്മുടെ നാടിൻ്റെ പേര് ഒരുപാട് ലോകത്തെ പലയിടങ്ങളിൽ എത്തിച്ച ഇവരൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിലെ ആളുകളല്ല അവരൊന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെ നമ്മുടെ ജില്ലക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കമന്റ് എഴുതുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകൾ വരുന്നത് കൊണ്ടാണ് കോഴിക്കോട് നഗരത്തിന്റെ ഒരു പ്രൗഢി പുറം നാട്ടിലേക്കും അറിയപ്പെടുന്നത്. കാരണം പുറം നാട്ടിലെ ആളുകൾ ഇവിടെ എത്തിയില്ലെങ്കിൽ കോഴിക്കോട് എന്നൊരു ഇത്തരം ഒരു സംഭവം ഇവിടെ നിന്ന് പുറം ലോകം അറിയുകയില്ല. ഈ നാടിന്റെ പ്രത്യേകതയും ഈ നാടിന്റെ ഒരു എല്ലാ തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവമാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. അതിനെ പ്രകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരം കമന്റുകളൊക്കെ ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റു കമന്റ്സ് നമ്മൾ നോക്കാം. മറ്റൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് രാത്രി കാലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് ഈ കമന്റ്സുകൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് എല്ലാത്തരം ആളുകളെയും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, അതാണായാലും പെണ്ണായാലും LGBT കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഏതുതരം ജെൻഡറിലുള്ള ആളുകളായാലും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ഈ നാട് ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അത് രാത്രികാലങ്ങളിലാണ്. ഇപ്പോൾ 9 to 5 ജോബ് കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ രാത്രികാലങ്ങളിലാണ് ആസ്വദിക്കാനും അവർക്കൊരു റിലാക്സേഷൻ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവമാണ്? ഇന്നത്തെ പത്രം നിങ്ങൾ എടുക്കാം. ഇന്നത്തെ പത്രത്തിൽ കുറ്റകൃത്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതികളായിട്ടുള്ള ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ? അല്ല, ആണുങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ആണുങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ടോ ആണുങ്ങൾ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അവർ ഈ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത്, കാരണം ഇവർ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആണുങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് ഇവിടെ ആരും പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് നല്ല മനുഷ്യന്മാർ മോശം മനുഷ്യന്മാരുണ്ടാവും. ചിലപ്പോൾ ട്രാൻസ്ജെൻഡറിലുള്ള ആളുകൾ മോശമായിട്ടുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് ട്രാൻസ്ജെൻഡറുകളെല്ലാം ഈ പ്രശ്നത്തിന് കാരണമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കമൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത്രയോ കാലങ്ങളായി അവർക്കെതിരെ വലിയ രൂപത്തിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുതിയ തലമുറ വലിയ രൂപത്തിൽ അവരെ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്വീകാര്യതയെ വലിയ രൂപത്തിൽ ആരൊക്കെ ഭയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കമന്റുകൾ വരുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി. മാത്രമല്ല ഈ കമന്റ് ഇട്ടവരെല്ലാവരും തന്നെ പുരുഷന്മാരാണ്. അപ്പോൾ അവരൊരിക്കലും പറയില്ല പുരുഷന്മാരെല്ലാവരും പ്രശ്നക്കാരാണെന്ന്. ബട്ട് നോട്ട് ഓൾ മെൻ ബട്ട് ഓൾവേസ് മെൻ എന്നൊരു സംഭവമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കടകളുമായി ബന്ധപ്പെട്ടാണ്. കോഴിക്കോട് നഗരം അറിയപ്പെടുന്നത് തന്നെ ഭക്ഷണത്തിന്റെ പേരിലാണ്, ഒരു സൽക്കാരത്തിന്റെ പേരിലാണ്. അപ്പോൾ ഇവിടെയുള്ള കഫ്റ്റേരിയകളൊക്കെ രാത്രി കാലങ്ങളിൽ അടയ്ക്കണമെന്നാണ് ഒരു വ്യക്തി പറയുന്നത്. ശരിക്കും അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഒരു കോവിഡിനൊക്കെ ശേഷം പ്രത്യേകിച്ചിട്ടും ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റുകൾ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് വരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാനായിട്ട് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നൽകിയ ഒരു സംരംഭങ്ങൾ ഒരുപാട് നമ്മുടെ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാത്രി 10 മണിക്ക് ശേഷം റെസ്റ്റോറന്റുകൾ തുറക്കരുത് എന്നുള്ള കമന്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു കമന്റ് നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. എല്ലായിടത്തും കഫ്റ്റേരിയ ഒരു സമയം വരെ മതി. അത്യാവശ്യമുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷന് അടുത്തോ KSRTC ബസ് സ്റ്റാൻഡ് അടുത്തോ പോട്ടെ. ബീച്ചിൽ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാം നിർത്തണം. ഈയിടെയായി കോഴിക്കോട് ബീച്ചിനടുത്ത് ഡോർമെറ്ററി ഹോം സ്റ്റേകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണോ? ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ 10 മണി വരെ നിങ്ങൾക്ക് വിശക്കാൻ പറ്റുള്ളൂ. 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് വിശക്കാൻ പറ്റില്ല. കാരണം 10 മണിക്ക് ശേഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭയങ്കര കംഫർട്ട് സോണിനാണ് ഈ കാര്യം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടും ഭക്ഷണം കഴിക്കാൻ അടുക്കളയും എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാവരും അതുപോലെയാണോ? പല ആവശ്യങ്ങൾക്ക് ഇവിടെ നാട്ടിൽ വരുന്ന ആളുകളുണ്ടാവും, രാത്രി സമയത്ത് വരുന്ന ആളുകളുണ്ടാവും.
അവർക്ക് ചിലപ്പോൾ ബീച്ചിൽ കുറച്ച് നേരം പോയിരിക്കേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ 12 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടി വരിക. ആ സമയത്ത് നിങ്ങൾ പറയണം 10 മണിക്ക് ഇവിടുത്തെ കടകളൊക്കെ അടച്ചു കളയണം എന്ന് പറയുന്നത് എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ എഴുതുന്നത് എന്നുള്ളതാണ്. ഈ ഒരു നൈറ്റ് ലൈഫ് കൊണ്ടും ഇത്തരം പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകൾ കൊണ്ടും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ടും KSRTC സ്റ്റാൻഡിൽ പോയിട്ടും നിങ്ങൾ പറയുന്നിടത്ത് പോയിട്ടല്ലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് 2 മണിക്കേക്ക് രാത്രി വിശക്കുക, ചിലപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങളായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ കമന്റ് ഇട്ട വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ കഫ്റ്റേരിയകളൊക്കെ നടത്തുന്നത് ചെറിയ കുട്ടികളാണ്. അത് ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡേഴ്സിനോ ഒന്നും ഇല്ലാതെ അവർ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. വരുമാന മാർഗത്തോടു കൂടി അവിടെ വരുന്ന ആളുകൾക്കുള്ള ഒരു ഫുഡ് നൽകുന്ന ഒരു സംഭവം കൂടിയാണ് ഇവർ ഇതിൽ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോലെ അവരുടെ ഒരു കംഫർട്ട് സോണിൽ അവരെല്ലാം പേഴ്സണൽ എന്റെ ഒരു വ്യക്തിപരമായ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് വരുന്ന ഒരു കമന്റ് ആണിത്. അതായത് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്നൊരു പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നത് തന്നെ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് പറയുന്നത്. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. നാളെ ഈ കമന്റ് ഇട്ട വ്യക്തി മറ്റൊരു ജില്ലയിൽ പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെ ഫുഡ് ഇല്ലെങ്കിൽ അവരും ഇതുപോലെ കമന്റ് ഇടും, അയ്യോ ഇവിടെ റെസ്റ്റോറന്റ് ഇല്ല, നിങ്ങൾ ഇതിന് പ്രതികരിക്കണമെന്ന്. അപ്പോൾ അതൊരു സെൻസിബിൾ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. അതിലൊന്ന് മറ്റൊരു കാര്യം ആഡ് ഓൺ ചെയ്യാം. ഈ കോഴിക്കോടുള്ള ആളുകളാണല്ലോ ഈ കമന്റ് ഇടുന്നത്. അവർ പല ആവശ്യങ്ങൾക്ക് രാത്രിയൊക്കെ ഈ നൈറ്റ് ലൈഫ് പോലെ തന്നെ വയനാട് ചുരങ്ങളിലേക്കും ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വയനാട്ടിലെ ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, രാത്രി 10 മണിക്ക് ശേഷം വയനാട് ചുരം കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ എങ്ങോട്ടേക്ക് യാത്ര ചെയ്യും? അല്ലെങ്കിൽ ഊട്ടിയുടെ ആളുകൾ പറയാണ് പിന്നെ ഞങ്ങൾക്ക് രാത്രി 10 മണിക്ക് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കേരളത്തിലെ ആളുകൾ വരുന്നത്, ഞങ്ങൾക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവരിത് ഈ ഊട്ടിയിലെ പിന്നെ ചുരം അങ്ങോട്ട് അടച്ചു കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ എങ്ങോട്ട് യാത്ര ചെയ്യും? അപ്പൊ അവരുടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അവരുടെ നാട്ടിൽ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അവരുടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് റൂം എടുത്ത് താമസിക്കാം. ആ ആളുകളോ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിലുള്ള മറ്റു ജില്ലകളിലുള്ള ആളുകൾ ഇവിടേക്ക് വരരുത് എന്നുള്ളത് ഏത് രൂപത്തിലുള്ള യുക്തിയാണ്? എനിക്ക് മനസ്സിലാവാത്ത രൂപത്തിലുള്ള യുക്തിയാണ്. മാത്രമല്ല ഈ മറ്റു ജില്ലകളിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്ന എല്ലാവരും തന്നെ കോഴിക്കോട് നഗരത്തെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു വരുന്നത് പോലെയാണ് ഇവരുടെ ഒരു സംസാരം വരുന്നത്. ഫഹീം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അങ്ങനെ ഒരു പ്രവണത രാത്രികാലങ്ങളിലോ പകലുകളിലോ ഏതൊരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്, അതിനും അപ്പുറത്തേക്ക് ബന്ധപ്പെട്ട അധികാരികളുണ്ട്. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു പോസ്റ്റുകളോ കമന്റുകളോ വരുമ്പോൾ അതിനൊരു തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ നാട് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. ഈ നാട്ടിൽ ഏത് സമയത്ത് ഉറങ്ങണമെന്നും ഏത് സമയത്ത് ഡാൻസ് കളിക്കണമെന്നും ഏത് സമയത്ത് അടിച്ചു പൊളിക്കണമെന്നും ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നും ആ ആളുകളാണ് തീരുമാനിക്കുക. ആ ആളുകൾക്കപ്പുറം നിങ്ങൾക്ക് തീരുമാനിക്കാനായി ഒരു തരത്തിലുള്ള അവകാശവുമില്ല എന്നാണ് ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്ന ആളുകളോടും ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ എല്ലാവരും തന്നെ ഭയങ്കര ഗൗരവമായി സീരിയസ് ആയി എടുത്തപ്പോൾ ഒരാൾ മാത്രം തമാശ രൂപേണ രസകരമായ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. നമുക്കത് വായിക്കാം. നമുക്ക് രാത്രി എന്ന പരിപാടി സൂര്യനോട് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മൊത്തം ഒന്ന് നന്നായി കിട്ടുമായിരുന്നെന്ന്. ഈ കമന്റ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം എന്താ വെച്ചാല്, ശരിക്കും ഈ കമന്റ് വായിക്കുന്ന ഒരു സൂര്യന്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനാണ് ഇവിടുത്തെ പ്രശ്നം എങ്കിൽ ഞാൻ നാളെ തൊട്ട് ഇനി വരുന്നില്ല എന്ന് സൂര്യൻ തീരുമാനം എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഈ പോസ്റ്റ് ഇട്ട ഒരാൾക്കൊരു ഇതൊരു പ്രശ്നപരിഹാരമായിട്ട് മാറുമെന്ന് നമുക്ക് വിചാരിക്കാം.